ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ബ്ലോസം ഓഫ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നതും അതുപോലെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബാക്ക് ടു സ്കൂൾ ഹൗലാണ്. അതായത് ഇപ്രാവശ്യം ബാക്ക് ടു സ്കൂളായിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയതെന്നാണ് നോക്കുന്നത്. ഷോപ്പിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങി എന്ന സാധനങ്ങൾ നോക്കാം. ഓക്കെ, ഞാൻ ATX സൂപ്പർ ബസാറിനാണ് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. ATX സൂപ്പർ ബസാറിനാണ് വാങ്ങിയത്. ഇതും പിന്നെ വേറെയും കുറേ നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു ഫയലാണ്. ഫയൽ വിത്ത് 2 കമ്പാർട്ട്മെൻറ്റ്സ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു ഇതാണ്. പിന്നെ അടുത്തതായിട്ട് ഒരു ബുക്ക് റാപ്പാണ്. ഇത് അനിയനാണ്, രണ്ടാൾക്കും വേറെ വേറെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് അനിയൻ്റെ ബ്രൗൺ ആണ് അവൻ്റെ ബുക്ക് റാപ്പ്. അടുത്തതായിട്ട് എൻ്റെതാണ് ബുക്ക് റാപ്പ്. എനിക്കൊരു നല്ല വലിയ ബുക്ക് റാപ്പ്, 2 വൈറ്റ്. പിന്നെ ഉള്ളത് പൗച്ചാണ്. അധികം ക്യൂട്ടൊന്നല്ല, എപ്പോഴും ക്യൂട്ടാണ് വാങ്ങാറ്. അപ്പോൾ അത് എപ്പോഴും ചളിയായി നശിക്കാറാണ് പതിവ്. കാരണം യൂണിക്കോണിൻ്റെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. മുമ്പത്തെ പ്രാവശ്യം മിഫി ആയിരുന്നു. അത് എനിക്കറിയാം ലൈറ്റ് കളറായിരുന്നു. ഇത് ലൈറ്റ് കളറാണ്, പക്ഷെ അധികം ക്യൂട്ടൊന്നല്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 1 അത്യാവശ്യം സ്പീഷ്യസ്. പിന്നെ അതുപോലെ ഇതാണ് വലിയ. ഇതാണ് വരുന്നത്. അടുത്ത സാധനം എന്ന് പറയുന്നത് നെയിം സ്ലിപ്പാണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് നോർമൽ നെയിം സ്ലിപ്സാണ് യൂസ് ചെയ്യാറ്. കാണിച്ചു. നെയിം സ്ലിപ്പ് നോർമലാണ്. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് നോർമൽ നെയിം സ്ലിപ്പാണ് എടുക്കാറ്. ഇതൊരു 2 ഷീറ്റാണ് ഞാൻ എടുത്തത്. പിന്നെ അടുത്ത സാധനം എന്താണ്? അടുത്തത് അനിയൻ്റെ ബോക്സാണ്. അതിനൊക്കെ സ്പൈഡർമാൻ തീമാണ് ഏകദേശം എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട്. ഇത് ഇങ്ങനെ തിരിക്കാം. സ്പൈഡർമാൻ്റെ ഒരു ഇല്യൂഷൻ ആർട്ടും ഉണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് റോ 2 വരുന്നുണ്ട്. ഇവിടെ എന്തോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ തോന്നുന്നു. ഇത് അനിയൻ്റെ ബോക്സാണ്. അടുത്തതായിട്ട് ഡോംസിൻ്റെ പെൻസിൽ കളറാണ്. കൂടുതലും ഡോംസിൻ്റെ പ്രൊഡക്റ്റ്സ് തന്നെ ഉണ്ട്. ചിലത് മാത്രം മാറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇത് ഡോംസിൻ്റെ പെൻസിൽ കളറാണ്. 12 ഷേഡ്സ്, 12 കളർ പെൻസിൽ ഇൻക്ലൂഡ് എ ഷാർപ്നർ. നെക്സ്റ്റ് ഡോംസിൻ്റെ തന്നെ സ്കെച്ച് പെൻസാണ്, വാട്ടർ കളർ പെൻസ്. ഇത് ക്രയോൺ ഞാൻ പ്രാവശ്യം വാങ്ങിയില്ല, കാരണം എപ്പോഴും ഞാൻ ഒരു വലിയ പാക്ക് ക്രയോണിന് വാങ്ങും. ഇപ്രാവശ്യം വേണ്ടെന്ന് വെച്ചു. പിന്നെ ഡോംസിൻ്റെ എക്സ്ട്രാ ഗ്ലാസ്. ഇതൊരു സ്മൂത്ത് ഉണ്ട്. ഇത് ബ്ലോയിങ് ആണ്. ഇത് ഞാൻ അങ്ങനെ നോക്കി വാങ്ങിയതാണ്. സ്മൂത്തുള്ള പെന്നാണ്. ഞാൻ അവിടെ അങ്ങനെ ടെസ്റ്റ് ചെയ്തായിരുന്നേ. അടുത്തതായിട്ട് അനിയൻ്റെതാണ്. ഇത് സ്പൈഡർമാൻ കിട്ടിയില്ല. ഞങ്ങൾ ഗോഡൗൺ മൊത്തം അയച്ച് പെറുക്കി, പക്ഷെ കിട്ടിയില്ല. ഞങ്ങൾ സൂപ്പർമാനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അടുത്തതായിട്ട് ഞങ്ങൾക്ക് പെൻസിലാണ്. ഇത് ഇന്നോവേറ്റീവ്. ഇതൊന്ന് നമുക്ക് പേരെഴുതാം. പിന്നെ അതിൻ്റെ ബാക്ക് ഇങ്ങനെ കളർഫുള്ളാണ്. പിന്നെ ഉള്ളത് വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിലും അവൻ്റെത് സ്പൈഡർമാനാണ്. സ്പൈഡർമാൻ്റെ വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ സ്പൈഡർമാൻ ആണെങ്കിലും ഈ സ്പൈഡർമാൻ എനിക്ക് ചെറിയൊരു തകരാറ്. കാരണം ഇതിന് തല ഒരു വലുതും ഇതിൻ്റെ ബോഡി ചെറുതും. പക്ഷെ അവനോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇവനെ കരയും. അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞിട്ടില്ല. ഇത് സ്റ്റീലാണ്. അവൻ്റെ സ്കൂളിലേക്ക് സ്റ്റീലേ പറ്റുള്ളൂ, അല്ലാതെ പ്ലാസ്റ്റിക് പറ്റില്ല എന്ന് ടീച്ചർ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പൈഡർമാൻ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങി.
ഇത് ഞാൻ വിചാരിച്ച ഇങ്ങനെ വലിച്ചു കുടിക്കില്ല, അതായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ കുടി. ഇതാണ് അടുത്തതായിട്ട് അവൻ്റെ സാധനം. ഇനി അടുത്തതായിട്ട് എൻ്റെ പ്രോഡക്റ്റ്. ഇനി എൻ്റെ വാട്ടർ ബോട്ടിൽ ഇതാ ഈ ഒരു കളറാണ്. ഇതാ ഇങ്ങനെ സ്പേസിൻ്റെ രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇത് നമുക്കിങ്ങനെ തൂക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ പിടിക്കില്ല. ഇനി എൻ്റേത് അമർത്തണം. എൻ്റേതാണ്, അത് ഞാൻ നോക്കി വാങ്ങിയത്. കാരണം എല്ലാ കൊല്ലവും അങ്ങനെയല്ല വാങ്ങൽ, നോർമൽ ബോട്ടിലാണ് വാങ്ങുന്നത്, അതുകൊണ്ട്. പിന്നെ വൈറ്റ് ഗ്ലൂ, ക്യാമലിൻ്റെ വൈറ്റ് ഗ്ലൂ, പിന്നെ ഫെവിസ്റ്റിക്ക്. ഇത് ഒന്നും കൂടെ വേണം, ചെറുതവന് വേണമെന്ന് ടീച്ചർ പറഞ്ഞുകൊണ്ട് അതൊന്നും കൂടെ വാങ്ങണം. ഓക്കെ. പിന്നെയാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിലും പൗച്ചും ഒക്കെ ഇഷ്ടമായെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ടാണ്. ഇതല്ല കേട്ടോ, ഇത് കീ ചെയിൻ. ഇത് ഹലോ കിറ്റിയുടെ എൻ്റെ ബാഗിൽ ഇടാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ആ ഒരു മെയിൻ സാധനം. ഇത് അവൻ്റെയും ഇതെൻ്റെയാണ്. എൻ്റെ പിങ്കാണ് ഞാൻ. ഇത് എറേസറും കട്ടറുമാണ്. ഞാൻ കാണിച്ചത്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് അല്ല. ഈ ഫ്രഞ്ച് ഫ്രൈസ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാം, കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ എറേസർ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതാ കട്ടർ ഇവിടെയാണ് കാണുന്നത്. ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും, ഇങ്ങനെ സ്പേസ് ഇതാക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് എറേസർ. ടോപ്പിൽ എറേസറും അണ്ടറിൽ ഷാർപ്പും. ഓക്കെ, ഇങ്ങനെ. പിന്നെ ഇനി ഈ കവറിലൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് അവൻ്റെ നോട്ട്ബുക്സാണ്. അവൻ്റെ നോട്ട്ബുക്സ് വരുന്നത് അവന് ചെറുത് മതി, അതുകൊണ്ട് ഞങ്ങൾ ചെറിയ നോട്ടാണ് ക്വാളിറ്റി ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അവനിവിടെ വന്ന് പാളി നോക്കി പോയിട്ടുണ്ട്. സാരല്ല, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ നോക്കി എടുത്തിട്ടുണ്ട്. ഒക്കെ വരവാണ്, മാക്സിനാണ് വരവുള്ളത്. അടുത്തതായിട്ട് വേണ്ടത് അവൻ്റെ 4 ലൈൻ കോപ്പി. അത് വേണം. ഇത് അവർക്കൊക്കെ ഭയങ്കര ക്വാളിറ്റി തോന്നി, ബട്ട് എനിക്ക് അത്ര നന്നായി തോന്നിയില്ല. സാരല്ല, അവൻ്റെ അല്ലേ നോട്ട്ബുക്ക്. ഇനി അടുത്തത് എൻ്റെതാണ്. എൻ്റെ കുറേ ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളൂ. ഇത് വരയില്ലാത്തതാണ്. ഇതാ കാണിച്ചു, വരയില്ലാത്തത് അൺറൂൾഡ്, ഇത് റൂൾഡ്. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. അടുത്തതായിട്ട് അവൻ്റെ ബാഗ്. ഇതാവുന്ന 1ാം ക്ലാസ്സിലേക്ക് പുതിയ സ്കൂളായതുകൊണ്ട് പുതിയ ബാഗ്. ഇതിൽ 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. എൻ്റെത് പഴയ ബാഗ് തന്നെയാണ്. ഫോട്ടോയൊക്കെ തട്ടി നമുക്കൊന്ന് കഴുകിയെടുക്കണം, കാരണം ഞാൻ പഴയ സ്കൂളിൽ തന്നെയാണ്. പിന്നെ ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, ഒരു ഇയർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തന്നെ എടുക്കാം. ഇതൊരു നല്ല ബാഗായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെ ഏകദേശം എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റെയിൻ കോട്ടും പിന്നെ എമർജൻസി കിറ്റിക്ക് വേണ്ട ടിഷ്യൂസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. പിന്നെ അംബർലയൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വാങ്ങണം. അത് നമ്മൾ നാട്ടിൽ നിന്നാണ് വാങ്ങുന്നത്. ഇത് ATH സൂപ്പർ ബസാർ വരുന്നത് തമിഴ്നാട്ടിലാണ്. അച്ഛൻ അവിടെയാണ് വർക്കിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങാം. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ബുക്ക് പൊടിയുന്നതും അങ്ങനെ ബാക്ക് പാക്കിങ്ങും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇനി ഉണ്ട്. ഞാൻ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടൈമൊക്കെ നോക്കിയിട്ട് ഞാൻ ഇടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.